ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റാഡിഷ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റാഡിഷും കയ്യിലുള്ള ഒരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കാം നമുക്ക്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം സവോളയും 3-4 പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അതേ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയതിന് ശേഷം നുറുക്കി വെച്ചിട്ടുള്ള റാഡിഷ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. റാഡിഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. റാഡിഷിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പൊ ഇത് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് റാഡിഷൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇതിലേക്ക് ഒരു പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാഡിഷ് തോരൻ ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.